എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇച്ചിഗോ ടീം അവരാണെങ്കിൽ ഒരുപാട് നേരത്തെ കഷ്ടപ്പാടിനും അലച്ചിലിനൊക്കെ ഒടുവിലായി റുക്കിയെ ലോക്ക് ചെയ്തിരിക്കുന്ന ആ ഒരു പ്രിസന്റെ തൊട്ട് മുൻപിലെത്തി. അടുത്ത നിമിഷം അവരുടെ ദേഹത്തേക്ക് ബമ്പ ഫോഴ്സിൽ ഒരു സ്പിരിച്വൽ എനർജി അതങ്ങനെ അടിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അവരെ ആ ഒരു എനർജി പുറകിലേക്ക് കൊണ്ടുപോകും. പക്ഷേ നമ്മുടെ ഇച്ചിഗോ അവന്റെ ഫുൾ സ്ട്രെങ്ത്തും എടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടി മുൻപോട്ടേക്ക് നീങ്ങും. അപ്പോഴാണെങ്കിൽ അവന്റെ മൈൻഡിലേക്ക് ഒരു ഇല്യൂഷൻ വരും. മാത്രമല്ല അവന്റെ അടുത്തേക്ക് ഏതോ ഒരു മോൺസ്റ്റർ വരും പോലെ അവന് ഫീൽ ചെയ്യാനായിട്ട് തുടങ്ങും. ഹീറോയ്ക്കാണെങ്കിൽ ആദ്യം ആ മോൺസ്റ്റർ എന്താണെന്ന് ക്ലിയർ ആവില്ല. അവൻ കുറച്ചുകൂടെ മുൻപോട്ടേക്ക് വന്ന് കണ്ണൊക്കെ തിരുമി അതാരാണെന്ന് നോക്കും. അപ്പോ റൂഫിന്റെ മുകളിലായിട്ട് ഒരു വലിയ നിഴൽ അവൻ കാണുകയാണ്. കുറെ കൂടെ വ്യക്തമായിട്ട് അതാരാണെന്ന് കാണാൻ ശ്രമിക്കുമ്പോഴായിരിക്കും തലയില് സ്പൈക്കൊക്കെ ആയി സാക്ഷാൽ സെറാക്കി. ഒരുപാട് നേരം വഴിയൊക്കെ തെറ്റി ഇപ്പൊ ഒരു വിധത്തില് നമ്മുടെ സെറാക്കി ഇച്ചിഗോയെ കണ്ടെത്തി. ക്യാപ്റ്റൻ സെറാക്കിയെ അവനെ കാണുമ്പോൾ തന്നെ ഹീറോയ്ക്ക് മനസ്സിലാവും ഇവനാണ് അവരിലെല്ലാം വെച്ച് ഏറ്റവും കൂടുതൽ പവർഫുൾ ആയ സോൾ റീപ്പർ എന്ന്. വർഷങ്ങളായിട്ട് എക്സ്പീരിയൻസ് ചെയ്ത് ട്രെയിനിങ് ചെയ്ത് ഒരുപാട് പവറൊക്കെ അക്യുമുലേറ്റ് ചെയ്ത ദ റിയൽ സോൾ റീപ്പർ. സോൾ റീപ്പേഴ്സിന്റെ ഇടയിൽ ഒട്ടും ട്രെയിനിങ്ങും പ്രാക്ടീസും പവറും ഇല്ലാത്ത ആളാണ് ഞാൻ. സോ എന്നെ കൊണ്ട് ഇദ്ദേഹമായിട്ട് ഫൈറ്റ് ചെയ്ത് പിടിച്ചു നിൽക്കാൻ പറ്റുമോ? ഈ സെറാക്കിയെ തോൽപ്പിച്ച് റുക്കയായിട്ട് എനിക്ക് ഇവിടുന്ന് പോകാൻ കഴിയോ എന്നൊക്കെ ഹീറോ ചിന്തിച്ചു നിൽക്കും. അവൻ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് അവന്റെ ഹാർട്ട് ബീറ്റ് കൂടി കൂടി വരുന്ന അതേ മൊമെന്റിൽ സെറാക്കി അവൻ ഞൊട്ടിയടയിൽ കറങ്ങി ഇച്ചിഗോടെ തൊട്ട് പിൻപിൽ വന്ന് നിൽക്കും. അതാണെങ്കിൽ ഇച്ചിഗോയ്ക്ക് ഡബിൾ ഷോക്കായി മാറുകയാണ്. സെറാക്കി ആണെങ്കിൽ അവനെ നോക്കി അങ്ങനെ ക്യാഷ്വലായിട്ട് ചിരിക്കും. ഹീറോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ആ മൊട്ട പറഞ്ഞ കാര്യം ആലോചിക്കുകയാണ്. നീ എന്നെ തോൽപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. എന്നെ തോൽപ്പിച്ചാലും ഇവിടെയുള്ള ഏതൊക്കെ സോൾ റിപ്പേഴ്സിനെ നിനക്ക് തോൽപ്പിക്കാൻ സാധിച്ചാലും എൻ്റെ ക്യാപ്റ്റൻ സാക്ഷാൽ ക്യാപ്റ്റൻ സെറാക്കി അദ്ദേഹം നിന്നെ തേടിയെത്തും. അദ്ദേഹത്തിന് മുൻപിൽ നിനക്കെന്നല്ല ആർക്കും തന്നെ രക്ഷപ്പെടാനാവില്ല. ഹീറോ ആണെങ്കിൽ അദ്ദേഹത്തിന്റെ നിപ്പും പാവൊക്കെ കാണുമ്പോൾ തന്നെ മൊട്ട പറഞ്ഞതുപോലെ അവന്റെ ക്യാപ്റ്റൻ ഇതാണെന്ന് ഉറപ്പിക്കും. ഒരുപക്ഷെ ഇദ്ദേഹമായിട്ടുള്ള ഏറ്റുമുട്ടലിൽ എനിക്ക് എന്റെ ജീവൻ പോലും നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ എനിക്ക് പ്രധാനം റുക്കിയുടെ ജീവനാണെന്ന് പറഞ്ഞ് ഫൈറ്റ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കും. അടുത്ത നിമിഷം തന്നെ നമ്മുടെ ഹീറോയെ സപ്പോർട്ട് ചെയ്യാൻ ബ്രദർ ഗാച്ചു അവനാണെങ്കിൽ ഹീറോയ്ക്ക് അരികിലേക്ക് വരും. അതിന് ഹീറോ ആണെങ്കിൽ വിളിച്ചു പറയും, നീ ദയവ് ചെയ്ത് ഇവിടേക്ക് വരാൻ പാടില്ല. ഈ സോൾ റീപ്പറിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാം. നീ റുക്കിയെ കുറിച്ചും നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ബാക്കി ഫ്രണ്ട്സിനെ കുറിച്ചും മാത്രമേ ഇപ്പൊ ചിന്തിക്കാനായിട്ട് പാടുള്ളൂ. അവരെ അന്വേഷിച്ച് നീ എത്രയും വേഗം പോണം. ബ്രോ അത് കേൾക്കേണ്ട താമസം അവിടെ ഉണ്ടായിരുന്ന ഹന അവനെ തൂക്കിയെടുത്ത് പുറത്തേക്ക് ഉഷാറായിട്ട് ചാടി ഓടും. അതുകൊണ്ടാ ാക്കിയുടെ തോളത്തിരുന്ന ആ മോമോ അവളാണെങ്കിൽ ഇപ്പോ അവന്റെ പിന്നാലെ ഓടുകയാണ്. ഹീറോയ്ക്കാണെങ്കിൽ ഭയങ്കര അത്ഭുതം. ഇവളെവിടുന്ന് ഇപ്പൊ പൊട്ടിമുളച്ചും ചിന്തിച്ച് അവളെ തന്നെ നോക്കും. അതിനുശേഷം ഒരു സെക്കൻഡ് ഹീറോ അവന്റെ മാസ്റ്റർ ഉരഹരെ ആലോചിച്ച് സ്ക്വാഡ് പുറത്തെടുത്ത് അവന്റെ സ്പിരിച്വൽ എനർജി അത് അതിലേക്ക് അപ്ലൈ ചെയ്ത് ഫൈറ്റ് ചെയ്യാൻ ഇപ്പോ സെറാക്കിയുടെ അടുത്തേക്ക് വരും. ഇച്ചിഗോ ആണെങ്കിൽ അവന്റെ സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് ബമ്പൻ ആക്ഷനൊക്കെ ഇട്ട് നിൽക്കും. അത് കണ്ട് സെറാക്കി ആണെങ്കിൽ ചിരിക്കുകയാണ്. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. ഞാൻ നിന്നോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണെന്ന് പറഞ്ഞ് സെറാക്കി ആണെങ്കിൽ അവന്റെ കോട്ട് അങ്ങനെ ഊരി കാണിക്കും. എന്റെ ഈ ഭാഗത്തായിട്ട് നിന്നെ കൊണ്ട് ഒരു ചെറിയ സ്ക്രാച്ച് എങ്കിലും ഇടാനായിട്ട് കഴിയോ? അങ്ങനെ കഴിയുകയാണെങ്കിൽ നിന്നെ ഞാൻ ആക്സെപ്റ്റ് ചെയ്യാം. അത് കേട്ട് ഇച്ചിഗോയ്ക്കാണെങ്കിൽ അവന്റെ ദേഷ്യവും വാശിയും 10 മടങ്ങായി മാറും. ഹീറോ അവന്റെ സമ്പത്ത് സ്ക്വാഡ് അത് ഫുൾ ഫോഴ്സിൽ കറക്കി സെറാക്കിക്ക് നേരെ ആഞ്ഞു വീശും. പക്ഷേ അത് സെറാക്കിയുടെ ബോഡിയുടെ 7 അയലത്ത് പോലും എത്തില്ല. മറിച്ച് ഹീറോയുടെ കൈ അത് മുറിഞ്ഞ് ബ്ലഡ് ഒഴുക്കുകയാണ്. ഹീറോ അത് കണ്ട് ഞെട്ടി ആ സമ്പത്തുവിലേക്ക് നോക്കും. അടുത്ത നിമിഷം സെറാക്കിയുടെ പവർ ഹീറോയെ ദൂരേക്ക് തെറിപ്പിക്കും. സെറാക്കിക്കാണെങ്കിൽ അവന്റെ ചിരി കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. നിന്റെ ടീമിലെ ഏറ്റവും പവർഫുൾ ആയ ആളല്ലേ നീ ഇത്രയും വീക്കാണെങ്കിൽ നിന്റെ ടീംമേറ്റ്സിന്റെ കാര്യം അത് പറയാനില്ലല്ലോ എന്ന് പറഞ്ഞ് അവൻ നിർത്താച്ചിരിക്കും. സത്യത്തിൽ നീയൊന്നും എനിക്കൊരു ഇരയേ അല്ല. നിങ്ങളുടെ ക്യാപ്റ്റൻ നീയാണെന്ന് അറിഞ്ഞാണ് നിന്നെ തേടി ഞാൻ എത്തിയത്. എനിക്ക് നീ ഉണ്ടാക്കി തന്നത് അത് വലിയൊരു നിരാശയാണ്. അതുകൊണ്ട് തന്നെ എന്റെ പവറും നിന്നോടുള്ള റിവഞ്ചും അത് രണ്ടും ഞാനിവിടെ കാണിക്കാൻ പോവാണെന്ന് പറഞ്ഞ് ആളാണെങ്കിൽ ആളുടെ ജയന്റ് സമ്പത്തു പുറത്തേക്കെടുത്ത് അതില് ആളുടെ അൺലിമിറ്റഡ് പവർ അപ്ലൈ ചെയ്യാണ്. ആളുടെ പവർ പുറത്തേക്ക് വരുന്ന അതേ സമയം ഹീറോയ്ക്കാണെങ്കിൽ അവിടെ നിൽക്കാൻ പോലും കഴിയാതെ അവൻ ദൂരേക്ക് തെറിക്കുകയാണ്. ഹീറോ ആണെങ്കിൽ ചുറ്റും നോക്കും. അവന് രക്ഷപ്പെടാനോ അവിടുന്ന് എന്തെങ്കിലും ചെയ്യാനോ ഉള്ള സാഹചര്യം അതൊന്നും തന്നെ ഇല്ല. ക്യാപ്റ്റനോട് ഫൈറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ക്യാപ്റ്റൻ അവന്റെ ടീമിൽ തന്നെയുള്ള മറ്റുള്ളവർക്ക് നേരെ തിരിയും. അങ്ങനെ സംഭവിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഹീറോ അവന്റെ പവർ മുഴുവനായിട്ട് റിലീസ് ചെയ്ത് ആൾക്ക് നേരെ വരികയാണ്.
എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല, ഞാൻ ആളെ നേരിടും എന്ന ഉറച്ച വിശ്വാസമായിട്ട് അവൻ അങ്ങനെ ആൾക്ക് നേരെ നടന്നെടുക്കും. ആളുടെ പവർ ആണെങ്കിൽ അൺലിമിറ്റഡ് ആയിട്ട് പുറത്തേക്ക് പ്രവഹിക്കും. ആ ഒരു പവർ അതങ്ങനെ വമ്പം ഫോഴ്സിൽ പുറത്തേക്ക് വന്ന് നമ്മുടെ ബ്രദറിനെയും ഹനയും അവർ രണ്ടുപേരും ആ ഫോഴ്സിൽ അടിച്ച് താഴെ വീഴും. ഹനയ്ക്കാണെങ്കിൽ ആ ഒരു വീഴ്ചയിലും നല്ല പരുക്ക് പറ്റും. ഉടനെ ബ്രോ അവൻ ഓടി അവളുടെ അടുത്തേക്ക് ഒന്ന് ചോദിക്കും, എന്തു പറ്റി, നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അതിനവളാണെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല എന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കും. അതിനുശേഷം ഹന പറഞ്ഞു കൊടുത്ത വഴിയിലൂടെ അവർ റുക്കയെ അന്വേഷിച്ച് അവിടേക്ക് ഓടുകയാണ്. അവരുടെ ഒരേ ഒരു ലക്ഷ്യം ഇത്രയും വേഗം റുക്കയെ രക്ഷിച്ച് അവിടുന്ന് രക്ഷപ്പെട്ടു പോവുക എന്നത് മാത്രമാണ്. കാരണം ഇപ്പൊ വന്നിരിക്കുന്ന ആ ക്യാപ്റ്റന്റെ പവർ നമ്മുടെ ഹീറോ ഇച്ചിഗോയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനും അപ്പുറമാണെന്ന് അവർ ഓൾറെഡി മനസ്സിലാക്കി കഴിഞ്ഞു. ഹനയ്ക്കാണെങ്കിൽ അവളുടെ പേടി അത് കൂടി വരും. കാരണം ആ ഒരു ക്യാപ്റ്റൻ ആളാണെങ്കിൽ ഓൾറെഡി അവനെ കണ്ടു കഴിഞ്ഞു. അവനാണ് നമ്മുടെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ആള് മനസ്സിലാക്കി. അവൻ പേടിച്ച് ഇപ്പൊ ബ്രോയോട് പറയും, നമ്മൾ കരുതും പോലെയല്ല ആ ക്യാപ്റ്റൻ. ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ പവറുള്ള ഒരാളാണ് ആ ക്യാപ്റ്റൻ. ആള് നിസ്സാരക്കാരനല്ല. ഇതുവരെ ആർക്കും അദ്ദേഹത്തെ തോൽപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. ആള് ഒരു ഇമ്മോർട്ടൽ കൂടെയാണ്. എനിക്ക് 100% ഉറപ്പുണ്ട് ഇച്ചിഗോയ്ക്ക് ആളുമായിട്ട് ഫൈറ്റ് ചെയ്ത് ആളെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒരുപക്ഷെ ഇച്ചിഗോയെ അദ്ദേഹം കൊന്നുകളയാൻ ചാൻസ് വളരെ കൂടുതലാണ്. അതിന് ബ്രോ പറയും, ഇച്ചിഗോയുടെ നമ്മുടെ എല്ലാം തന്നെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വവും ലക്ഷ്യവും അത് റുക്കയെ രക്ഷിക്കുക എന്നതാണ്. നമുക്ക് ഒട്ടും സമയം കളയാനില്ല. എത്രയും വേഗം റുക്കയെ കണ്ടെത്തി അവളെ പുറത്തു കൊണ്ടുവരണമെന്ന് പറയും. കട്ട് ചെയ്ത ഇപ്പോ 5th സ്കോഡ് സ്റ്റേഷൻ കാണിക്കുകയാണ്. അവിടെയാണെങ്കിൽ നമ്മുടെ മോമോയെ ലോക്ക് ചെയ്ത് ഒരു സെല്ലിൽ ഇട്ടിരിക്കുകയാണ്. മോമോയ്ക്ക് അവൾക്ക് അവളുടെ വിഷമം അത് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയില്ല. കാരണം ലാസ്റ്റ് ടൈം ക്യാപ്റ്റൻ ഐസന്റെ കൂടെ ഉണ്ടായത് അവളാണ്. അദ്ദേഹം മരിച്ചു കിടക്കുന്ന ആ ഒരു സീൻ അത് അവൾ വീണ്ടും വീണ്ടും ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരിക്കും. അതേസമയം റാഗിക്കു എന്ന് പേരുള്ള ഒരു അടിപൊളി സോൾ റീപ്പർ അവളാണെങ്കിൽ മന്ദം ഇപ്പൊ അവളുടെ അടുത്തേക്ക് വരും. അവളെ കാണേണ്ട താമസം മോമോ ആണെങ്കിൽ അവളോട് പറയും, ഐ എം സോറി, ഞാൻ ആ സമയം കുറച്ച് അൺകൺട്രോൾഡ് ആയിട്ട് പെരുമാറി. എന്നെ കൊണ്ട് ആ സമയം എന്നെ തന്നെ നിയന്ത്രിക്കാൻ കഴിയുമായിരുന്നില്ല. പുറത്ത് ക്യാപ്റ്റൻ ഐസോയുടെ കൊലപാതകം അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ എന്താ നടക്കണമെന്ന് അവൾ ചോദിക്കും. ഉടനെ അവളാണെങ്കിൽ മോമോയെ സമാധാനിപ്പിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, ഇൻവെസ്റ്റിഗേഷൻ അത് നടക്കുന്നുണ്ട്. അത് കേൾക്കേണ്ട താമസം മോമോ ടെൻഷനായിട്ട് അവളോട് പറയും, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അത് ചെയ്തത് ആരാണെന്ന്. എനിക്കും അറിയാം അത് ചെയ്തത് സാക്ഷാൽ ക്യാപ്റ്റൻ ഇച്ചിമാരു ആണെന്ന്. അതിന് ആ ലേഡി ആണെങ്കിൽ അവളോട് പറയും, ഓൾറെഡി ആ 2 ക്യാപ്റ്റൻസും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് കരുതി ഇച്ചിമാരു ക്യാപ്റ്റൻ അദ്ദേഹം ക്യാപ്റ്റൻ ഐസോയെ കൊല്ലണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഞങ്ങളാരും അത് വിശ്വസിക്കുന്നില്ല. സത്യത്തിൽ നീ അവിടെ വെച്ച് ചെയ്തത് വലിയൊരു എടുത്തുചാട്ടം തന്നെയാണ്. സത്യാവസ്ഥ അത് മനസ്സിലാക്കിയതിനു ശേഷം മാത്രമേ നീ ഇത്തരത്തില് റിയാക്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന് അവളൊരു താക്കീത് മോമോയ്ക്ക് കൊടുക്കും. ഇനി നീ ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിന്റെ ആ ബാഡ്ജ് നിനക്ക് നഷ്ടമാവും. ഓൾറെഡി നിങ്ങളുടെ ക്യാപ്റ്റനെ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു. സോ കാര്യങ്ങൾ മനസ്സിലാക്കി വിവേകത്തോടു കൂടെ വേണം നീ പെരുമാറാൻ. നീ ഒരു കൊച്ചു കുട്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞ് അവൾ ഐസോയുടെ റൂമിൽ നിന്ന് കിട്ടിയ എന്തോ ഒന്ന് ഇപ്പൊ മോമോയ്ക്ക് അവൾ കൈമാറും. മോമോ ആണെങ്കിൽ ആ ഒരു പേപ്പർ അത് തുറന്നു നോക്കും. അതൊരു ലെറ്റർ ആണ്. ലാസ്റ്റ് നൈറ്റ് ഐസോ മോമോയ്ക്ക് കൊടുക്കാൻ എഴുതിയ ഒരു ലെറ്റർ. അതില് ഐസോ ക്യാപ്റ്റൻ എഴുതിയ ചില കാര്യങ്ങൾ അവൾ വായിക്കുകയാണ്. ഞാൻ നിങ്ങളോട് എല്ലാവരോടും ഒരുപാട് തെറ്റുകൾ ചെയ്തു. ഞാൻ കാരണം നിങ്ങൾ ഒത്തിരി സഫർ ചെയ്തു. എന്നോട് ദയവ് ചെയ്ത് നിങ്ങൾ ക്ഷമിക്കണം. ഞാനിത് ചെയ്യുന്നതിന് ഒരു കാരണമുണ്ടെന്ന് പറഞ്ഞ് എന്തോ ഒന്ന് ആൾ അവിടെ സൂചിപ്പിക്കും. അതിനുശേഷം മോമോയോട് യാത്ര പറഞ്ഞ് ആ ഒരു കത്ത് ആള് ചുരുക്കുകയാണ്. മോമോ ആണെങ്കിൽ ആ കത്തൊക്കെ വായിച്ച് അതൊരു സൂയിസൈഡ് ആണെന്ന് തിരിച്ചറിഞ്ഞ് അങ്ങനെ ഷോക്കായിട്ടിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.